ഞാനും എൻ്റെ കസിൻസും ഗവി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് പോകണമെന്നുള്ളത്. കാരണം എൻ്റെ വണ്ടി ടിയാഗോ ഇ വി ആണ്. അതിന് മാക്സിമം റേഞ്ച് കിട്ടാറുള്ളത് ഒരു 160 തൊട്ട് 180 വരെയാണ്. ഞാൻ യൂട്യൂബും ബാക്കിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും അങ്ങനത്തെ ട്രിപ്പിൻ്റെ വീഡിയോസൊന്നും കണ്ടുമില്ല. ടിയാഗോയായിട്ട് ആരും പോകുന്നതിൻ്റെ കണ്ടതുമില്ല. പിന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ഏറ്റവും അടുത്ത ചാർജിങ് സ്റ്റേഷൻ ഞങ്ങൾക്ക് കിട്ടിയത് എരുമേലിയിലായിരുന്നു. എരുമേലിയിൽ നിന്ന് 100% ആക്കി കഴിഞ്ഞാൽ ഒരു 120 കിലോമീറ്റർ, വണ്ടിപ്പെരിയാർ വരെ ഒരു 110 കിലോമീറ്റർ 117 കിലോമീറ്റർ ഓട്ടോവേ കാണിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോരം കയറ്റം ഉണ്ടെന്നൊന്നും അറിയത്തില്ലാത്ത കാരണം അപ്പോഴും ഒരു അൺസർട്ടൈനിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എരുമേലിയിൽ നിന്ന് 100% ആക്കി ആങ്ങുമുഴി ചെക്ക് പോസ്റ്റ് വരെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 86% ചാർജ് പിന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എരുമേലിയിൽ നിന്ന് ആങ്ങുമുഴി വരെ ഏകദേശം 27 കിലോമീറ്റർ കവർ ചെയ്യുകയും ചെയ്തു. ആങ്ങുമുഴിയിൽ നിന്ന് ഗവി വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കയറ്റമായിരുന്നു. അപ്പം റീജനറേഷനൊക്കെ ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവായിരുന്നു. ഗവി എത്തിയപ്പോൾ തന്നെ ഏകദേശം ചാർജ് 35% ആയിരുന്നു. പക്ഷേ ഗവിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്കുള്ള ദൂരം ഏകദേശം ഇറക്കം പോലെയും പിന്നെ ചെറിയ നല്ല കുത്തിറക്കമുള്ള കാരണം റീജനറേഷൻ കുറച്ച് കിട്ടി. വണ്ടിപ്പെരിയാർ എത്തുമ്പോഴത്തേക്കും വണ്ടിയുടെ പെർസെൻറ്റേജ് ഏകദേശം ഒരു 30% അടുത്തോളം ആയായിരുന്നു. 30% ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചാർജ് ചെയ്യാതെ കുട്ടിക്കാനത്തെത്തി ചാർജ് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷേ പാമ്പനാറൊക്കെ എത്തിയപ്പോഴത്തേക്കും 13% ചാർജായി. പിന്നെ ചാർജ് പെട്ടെന്ന് കുറയുന്നതായിട്ടും തോന്നി. അപ്പോൾ പിന്നെ അവിടെ ഒരു കടയിൽ കയറി നമ്മൾ ചോദിച്ച് ചാർജ് ചെയ്തിട്ടാണ് കുട്ടിക്കാനത്തേക്ക് പോയത്. എൻ്റെ അഭിപ്രായത്തിൽ ടിയാഗോ XTLR വേരിയൻ്റ് ആയിട്ട് പോകുന്ന ഇച്ചിരി റിസ്ക്കിയാണ്. ബാറ്ററി ഡിപ്ലീഷനൊന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് റിസ്ക്കൊന്നും ഇല്ലാതെ ടെൻഷൻ അടിക്കാതെ എത്തുമെന്ന് പറയാം. അല്ലെങ്കിൽ ഇച്ചിരി പാടാണ്.